ഓക്കെ, ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എക്സിബ പറഞ്ഞ പോലെ ഇന്ന് രാത്രി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ചും, ബൈബിളിലെ ഏത് ഭാഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് ഒരുമിച്ച് വേദപുസ്തകത്തിൽ നിന്ന് അതിനുള്ള മറുപടികൾ കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, കമോൺ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എങ്ങനെ ഗോസ്പൽ ഷെയർ ചെയ്യാം? അതെങ്ങനെ സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാവുന്ന വേണം, അതേസമയം അവർക്കൊരു ഹേർട്ടിങ് തോന്നരുത്. നമുക്കത് എങ്ങനെ, നമുക്ക് ഏത് വേലും നമുക്കതെങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, എക്സിബ ചോദിച്ച ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യാനായിട്ട് അതായത് കഴിയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ബോറിംഗ് ഇല്ലാതെ, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ നമുക്ക് സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം എന്നാണ് എക്സിബ ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണിത്. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം പറയുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. കാരണം സുവിശേഷത്തിലൂടെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ആ സുവിശേഷം മറ്റുള്ളവരുമായിട്ടൂടെ പങ്കുവച്ച് അവരെയും ആ രക്ഷയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ആ വ്യക്തി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ പലരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം എന്ന നിർബന്ധം നമുക്ക് വേണ്ട. പലപ്പോഴും നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ആ ഒരു രീതിയിൽ അത് പോസിറ്റീവായിട്ട് തന്നെ കാണുക. കാരണം എല്ലാവരും അത് അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്നുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലെ പോകുന്നവർ അനേകരുമാകുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പലരും സുവിശേഷം പറയാനുള്ള പല ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ടെക്നിക്കുകൾക്കെതിരല്ല, പക്ഷെ ഒരിക്കലും നമ്മുടെ ആശ്രയം ടെക്നിക്കുകളിലാകരുത്. സുവിശേഷം ഒരാളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മളുടെ ആശ്രയം പരിശുദ്ധാത്മാവിലായിരിക്കണം. അപ്പം കാരണം നമ്മൾ പറയുന്ന ആ സുവിശേഷം, നമ്മൾ പറയുന്ന ആ ദൈവത്തിൻ്റെ വചനം, അത് അവരുടെ ഉള്ളിൽ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ആശ്രയം പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം അത് മറക്കാതെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബൈബിളിൽ ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് സമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പം കർത്താവോട് പെട്ടെന്ന് പോയിട്ട് എന്താണ്, ഞാൻ മസിഹയാണ്, ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നു എന്നൊന്നും പറയുകയല്ല കർത്താവ് ചെയ്തത്. അപ്പം കർത്താവ് ഒരു കിണറ്റിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ഈ സ്ത്രീ വെള്ളം കോരാനായിട്ട് വരുന്നു. വെള്ളം കോരാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവളോട് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചോദിക്കുന്നു. അപ്പം കർത്താവ് അതൊരു നോർമൽ ടോക്കിലൂടെയാണ്
കർത്താവ് ആരംഭിക്കുന്നത്. ഒരിക്കലും ഒരു തിയോളജിക്കൽ ടോക്കിലൂടെ അല്ല കർത്താവ് ഇത് ആരംഭിക്കുന്നത്. ഒരു നോർമൽ ടോക്ക്. ഉച്ചയാണ്, കിണറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, വെള്ളം കോരാനായിട്ട് ഒരാൾ വരുന്നു. അപ്പോൾ അയാളോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ആ സ്ത്രീ പറയുകയാണ്, നീ യഹൂദനാണ്, ഞങ്ങൾ സമര്യരാണ്, നമുക്ക് തമ്മിൽ സംബന്ധമില്ല. അപ്പം എന്താണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്ന മതത്തിൻ്റെ ഒരു എന്താണ് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഉടനെ കർത്താവ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവ് ക്ലാരിഫൈ ചെയ്യാണ്. എന്താണ്, മതത്തിനപ്പുറമായിട്ട് ആണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കർത്താവ് അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുന്നു. അങ്ങനെ വച്ചിട്ട് പിന്നെ അടുത്തത് എന്താണ്, ജീവജലത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് എന്ത് ചെയ്യാണ്, പറഞ്ഞ് മുൻപോട്ടേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം നമുക്കത് ഫോളോ ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ ഡയറക്റ്റ് എന്നിട്ട് സുവിശേഷം പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അവരെക്കുറിച്ച് മനസ്സിലാക്കി, അവരുടെ പശ്ചാത്തലം, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു നോർമൽ സംസാരത്തിലൂടെ നമ്മൾ പോയിട്ട് അത് നമ്മൾ മെല്ലെ തിരിച്ച് എന്ത് ചെയ്യുക, സുവിശേഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു രീതി. അപ്പം അതേ കാര്യം തന്നെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് എന്താണ്, ഏഥൻസിൽ ഗ്രീക്കുകാരോട് പ്രസംഗിക്കുന്ന സമയത്തും പൗലോസ് പറയുന്നത്, ഞാനിങ്ങനെ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളൊക്കെ, വേർഷിപ്പ് സെൻറ്റേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ടു ആൻ അൺനോൺ ഗോഡ്, അജ്ഞാത ദേവന് എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നിങ്ങൾ അറിയാതെ നിങ്ങൾ വേർഷിപ്പ് ചെയ്യുന്ന അയാളെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് വരുന്നത് എന്ന്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ എന്താണ്, അവരുടെ കോണ്ടക്സ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി, അത് ഒത്തിരി മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഈവൻ ചില മിഷണറി ബുക്കുകളൊക്കെ വായിക്കുമ്പം പ്രത്യേകിച്ച് ഈ എന്താണ് ഇൻറ്റീരിയൽ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ സുവിശേഷം അറിയിച്ചിട്ടുള്ള പലരുടെയും അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഒരു അനുഭവം ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, എന്താണ്, ഈ എന്താ പറയുക, അവരുടെ ഇടയ്ക്ക് ആ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, അവരെ രക്ഷിക്കാനായിട്ട് വരുന്നയാൾ ഒരു വാഴയുടെ പിണ്ടിയുമായിട്ടാണ്, വാഴ എന്ന് പറഞ്ഞാൽ, വാഴയുടെ പിണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിടെ ഈ വാഴയുടെ സ്റ്റോക്ക്, അതിൻ്റെ എന്താണ്, വാഴയുടെ തണ്ടുമായിട്ടാണ് വരുന്നത് എന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പം അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരാൾ ആ വാഴ ഇങ്ങനെ ആ വാഴയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാഴയുടെ ഈ പോളകളുണ്ടല്ലോ, ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന ആ സംഭവം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾക്ക് തോന്നിയത് തൻ്റെ കയ്യിലിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ പേജുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താൻ എന്ത് ചെയ്തു, ബൈബിളും സുവിശേഷവും അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്ന ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും ഏറ്റവും നല്ലത്, ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ നിന്നോട് സുവിശേഷം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്, ഇങ്ങനത്തെ രീതി നമ്മൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളൊരു നോർമൽ ടോക്കിലൂടെ ആരംഭിച്ച് ആ ടോക്ക് നമ്മൾ എന്ത് ചെയ്യുക, വഴിതിരിച്ച് കൊണ്ടുവരിക. പിന്നെ സുവിശേഷം മീനിങ് ഫുള്ളായിട്ട് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ആ വ്യക്തിയുമായിട്ട് കൃത്യമായ ഒരു റാപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു ബന്ധം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ആ ബന്ധത്തിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സുവിശേഷം ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എനിക്ക് തോന്നുന്നു എക്സിബോ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് വിശദീകരണം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് തുടരാം, അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എക്സിബോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം, പെട്ടെന്ന്.
ഓക്കെ, സ്നേഹ, സ്വരൂപ കണ്ട് എല്ലാവർക്കും ചോദിക്കാം. എനിക്കിത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ പറ്റാതെ എന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ബൈബിളില് ജീനോളജി കൊടുത്തിട്ടുണ്ട്, അതേപോലെ കുറെ മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബൈബിളിലുണ്ട്, അതൊക്കെ നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? അത് വായിച്ചുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അത് പുതിയ നിയമത്തിലെ കാര്യങ്ങളാണോ ചോദിച്ചിരിക്കുന്നത് അതോ പഴയ നിയമത്തിലെ കാര്യങ്ങളാണോ ചോദിച്ചിരിക്കുന്നത് എന്നോട് ഒന്ന് പറയാമോ? എന്തിനോട് ചോദിച്ചു, ബൈബിളില് എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, ബൈബിളില് ജീനിയോളജി, എന്താണ് മെഷർമെൻറ്റ്സ്, കാര്യങ്ങൾ, ഇങ്ങനത്തെ ഇതൊക്കെ അല്ലേ. അപ്പം എന്താണ് നമ്മളിപ്പം ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും നമ്മൾ ഇതുപോലത്തെ ജീനിയോളജി, ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ജീനിയോളജി അല്ലെങ്കിൽ പോലും നമ്മൾ എന്താണ് ഇൻ എ സെൻസ് നമ്മൾ കുറച്ച് ജീനിയോളജിയൊക്കെ നമ്മൾ വേറെ രീതിക്ക് പഠിക്കുന്നുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് എന്താണ് മെഷർമെൻറ്റ്സുകളെ കുറിച്ച്, ടൂൾസുകളെ കുറിച്ച്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അത് പോട്ടെ, അത് വേറെ വിഷയം. പക്ഷേ നമ്മളിതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് കുറേ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പം ബൈബിൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിടാം. അതായത് ബൈബിൾ ഒരിക്കലും 21-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു പുസ്തകമല്ല അത്. ഓക്കെ, ഏകദേശം 2000 അല്ലെങ്കിൽ ഒരു 1900-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തിയാക്കിയ ഒരു പുസ്തകമാണത്. അപ്പം ഇന്നത്തെ കൾച്ചറൽ സെറ്റിങ്സിലും ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും ഇന്നത്തെ പൊളിറ്റിക്കൽ, ഇന്നത്തെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് നമുക്ക് ബൈബിള് വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ബൈബിള് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് ആ ബൈബിളിൻ്റെ മെസ്സേജ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെക്കുറിച്ച്, അന്നത്തെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്കൽ, ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റുകൾ, അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ആ ബൈബിളിൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ക്ലാസ്സുകളിൽ ഞാനത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ കോണ്ടെക്സ്റ്റിൽ ദൈവം എന്താണ് അവരോട് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കി അതേ കാര്യം ഇന്നത്തെ കോണ്ടെക്സ്റ്റിലായിരുന്നെങ്കിൽ ദൈവം എങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇതാണ് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പറയുന്നത്, ബൈബിൾ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കോണ്ടെക്സ്റ്റും അന്നത്തെ ലൈഫ് സ്റ്റൈലും അന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ അളവുകൾ, ജീനിയോളജീസ്, അന്നത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒത്തിരി പാസേജുകൾ ഇതിലൂടെയൊക്കെ നമുക്ക് സാധിക്കും. എക്സ്ട്രാ ബിബ്ലിക്കൽ ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കിട്ടും. എങ്കിൽ പോലും ബിബ്ലിക്കൽ ബുക്സിൽ നിന്നും നമുക്ക്, ബൈബിളിലെ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ കിട്ടും. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇപ്പം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജീനിയോളജി പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ജീനിയോളജി പറഞ്ഞിരിക്കുമ്പോൾ അതിന് എന്താണ്, മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാമിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദമിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പം അബ്രഹാമിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ആ ജീനിയോളജി, അതിലൂടെ അവർ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഹീ ഈസ് ദ മെസ്സയ്യ, നിങ്ങൾ കാത്തിരിക്കുന്ന മിശിഹ, നിങ്ങളുടെ പിതാവായ അബ്രഹാമിൻ്റെ വംശാവലിയിൽ പിറന്നിരിക്കുന്ന മസിഹയാണ് അവൻ എന്നുള്ളതും യഹൂദന്മാരുടെ രാജാവാണ് അവൻ എന്നുള്ളതുമുള്ള മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടാണ് ആ ജീനിയോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ അവനൊരു പെർഫെക്റ്റ് മാൻ ആയിരുന്നു, ഒരു പരിപൂർണ മനുഷ്യനായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദമിൽ നിന്നുള്ള അവൻ്റെ ജീനിയോളജി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇങ്ങനത്തെ കുറേ
കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വായിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ അതിലൂടെ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഉത്തരം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായി, ആൻസർ ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമല്ല കേട്ടോ. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പം നമുക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുതോ ചിലപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ സിമ്പിൾ ചോദ്യം, കുഴപ്പമൊന്നുമില്ല. എത്ര സിമ്പിളാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ചോദിക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് ഒരുമിച്ച് അതിൻ്റെ മറുപടി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചോദിക്കാം. എന്ത് പറയുന്നു, ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? ബൈബിളിലെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളോ ഒക്കെ ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്താണ്, നിങ്ങളാരും ചോദിക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം ഞാൻ എടുത്തിടാം. ആ ചോദ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബൈബിൾ പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താലാണെന്ന്. അപ്പം എൻ്റെ അടുത്ത് വന്ന ചോദ്യം ഇതാണ്: പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വന്ന ചോദ്യം. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിൽ എന്ന് എനിക്കൊന്ന് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നഷ്ടപ്പെടത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എക്സിബ പറഞ്ഞത് നഷ്ടപ്പെടത്തില്ലെന്നാണ്. ഓക്കെ, അപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ?
ആരും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പോൾ സത്യത്തിൽ ഈ പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഒന്ന് കാൽവിനിസമാണ്. അപ്പം കാൽവിനിസം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല, രക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് കാൽവിനിസം പറയുന്നത്. എന്നാൽ അർമേനിയനിസം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം പറയുന്നത്, അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഇവിടെ കാൽവിനിസം രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പറയാനായിട്ട് അവർ കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നേരത്തെ തന്നെ ഒരു വ്യവസ്ഥകളും കൂടാതെ അൺകണ്ടീഷണലി ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് രക്ഷിക്കപ്പെടുന്നത്. അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പാപം ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് കാൽവിനിസം പഠിപ്പിക്കുന്നത്. അപ്പോൾ കാൽവിനിസത്തിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നെ പാപം ചെയ്യുന്നില്ല എന്നാണ് കാൽവിനിസം മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് പറയുന്നു. എന്നാൽ അർമേനിയൻ ചിന്താഗതി പറയുന്നത് അങ്ങനെയല്ല. അവർ പറയുന്നത് രക്ഷിക്കപ്പെടാനായിട്ട് മനുഷ്യൻ്റെ പ്രതികരണവും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മനുഷ്യൻ്റെ പ്രതികരണവും അതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ബൈബിളുമായിട്ട് നിരക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നെ ഒരിക്കലും പാപം ചെയ്യില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. ഇപ്പം യോഹന്നാൻ്റെ 1-ാം ലേഖനം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഓക്കെ. ഇനി അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. ആരെ? ദൈവത്തെ. അപ്പോൾ സത്യത്തിൽ യോഹന്നാൻ പറയുന്നത് നാം എന്ന് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനും ഇത് വായിക്കുന്ന വിശ്വാസികളും ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പോൾ പറയുക, നമ്മൾ പാപം ചെയ്തിട്ടില്ല നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നമ്മിൽ പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്ന് പറയുക. അപ്പം ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ ജീവിതം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആയി തീരുന്നില്ല. അവനൊരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുകയല്ല ചെയ്യുന്നത്. അവനിങ്ങനെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യാണ്? വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പാപത്തിൽ അവൻ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും പാപത്തിൽ വീഴുമ്പം രക്ഷ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവവചനത്തിന് നിരക്കുന്ന ടീച്ചിങ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം രക്ഷിക്കപ്പെടണം, എത്ര പ്രാവശ്യം സ്നാനപ്പെടണം? പക്ഷെ ബൈബിൾ പറയുന്നു സ്നാനം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം പാപം നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പഠിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പഠിപ്പിക്കലല്ല. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്യുന്നില്ല എന്ന് പഠിപ്പിക്കുന്നതും ശരിയായിട്ടുള്ളൊരു പഠിപ്പിക്കലല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം നമുക്ക് രക്ഷ നൽകിയത് കൃപയാലാണ്. നമ്മുടെ എന്തെങ്കിലും യോഗ്യതയോ നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ എന്തെങ്കിലും ശ്രേഷ്ഠതയോ നമ്മുടെ നീതിയോ ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ എന്ത് ചെയ്തത്? രക്ഷിച്ചത്.
അല്ലേ? ബൈബിൾ പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്ന സമയത്താണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? രക്ഷിച്ചത്. അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതെല്ലാം നമ്മുടെ രക്ഷകനായ യേശു കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു. അതാവൻ ചെയ്തത്. കാരണം സത്യത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ മരിക്കേണ്ടതായിരുന്നു. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായിട്ട് ആര് മരിച്ചു? യേശു മരിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം യേശു നമുക്ക് വേണ്ടി മരിച്ചു, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി യേശു മരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നു, നിങ്ങൾ ആ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം. എന്താ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? യേശുവിൽ ആശ്രയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് യേശുവിൽ ആശ്രയിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളിലല്ല, നമ്മുടെ സൽപ്രവൃത്തികളിലല്ല, ഏതെങ്കിലും മറ്റു വ്യക്തികളിലല്ല, മറ്റ് സംഘടനകളിലോ സഭകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുന്നത് ആരിലാണ്? യേശുവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം അങ്ങനെ യേശുവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ സകല പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു. ഏതൊക്കെ പാപത്തിൻ്റെ? നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭൂതകാലത്തിലെ പാസ്റ്റ് ടെൻസിലെയും പ്രസന്റ് ടെൻസിലെയും ഫ്യൂച്ചറിലെയും. അപ്പം കർത്താവ് മരിച്ചത് ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പം കർത്താവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഈ 3 കാലത്തെയും കവർ ചെയ്യുന്നതാണ്. എന്നാൽ ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ? അപ്പം വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ എന്ത് പറ്റും? രക്ഷ നഷ്ടപ്പെട്ടു പോകും. കാരണം രക്ഷ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തിൽ നാം മാറിപ്പോകുമ്പോൾ രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യും. ബൈബിള് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ബൈബിള് തന്നെ എന്താണ്, ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടും. എപ്പോൾ? പാപം ചെയ്താലാണോ? അല്ല. പിന്നെ യേശുവിലുള്ള ആശ്രയം നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ രക്ഷ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുവിലുള്ള വിശ്വാസത്തിൽ സ്ഥിരതയോടെ നമ്മൾ എന്ത് ചെയ്യുക? നിൽക്കുക. നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ഏതെങ്കിലും സഭകളിലോ ഏതെങ്കിലും വ്യക്തികളിലോ ഏതെങ്കിലും നേതാക്കന്മാരിലോ നമ്മളിൽ തന്നെയോ നമ്മുടെ എന്തെങ്കിലും യോഗ്യതകളിലോ നമ്മുടെ സൽപ്രവൃത്തികളിലോ ഒന്നും ആകരുത്. നമ്മൾ ആശ്രയിക്കുന്നത് യേശുവിലായിരിക്കണം. ആ യേശുവിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം നമ്മുടെ രക്ഷ ഭദ്രമാണ്, അഷ്വേർഡാണ്. എന്നാൽ യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഡേഞ്ചർ. അതാണ് ബൈബിൾ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂടുതൽ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ? ആർക്കും ചോദ്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആർക്കും ചോദ്യങ്ങളില്ലെങ്കിൽ അടുത്ത ക്ലാസ് നമ്മൾ അടുത്ത വെള്ളിയാഴ്ച രാത്രി 8 മണിക്കായിരിക്കും. അവിടെ നമ്മൾ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബിബ്ലിയോളജി അല്ലെങ്കിൽ ദ ഡോക്ട്രിൻ ഓഫ് ബൈബിൾ. ബൈബിൾ എന്താണ് എന്നുള്ള കാര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും മറ്റ് യൗവനക്കാരെ, ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, അവരോടും ജോയിൻ ചെയ്യാനായിട്ട്
അവരെയും എൻകറേജ് ചെയ്യുക. നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കാം, വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനായിട്ടുള്ള സമയമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. എക്സിബ, എക്സിബ, പാസ്റ്റർ കൺക്ലൂഡ് ചെയ്തു. പാസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവെ, ചോദ്യങ്ങൾ ചോദിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചു. കർത്താവെ, ഈ ചർച്ചകളും ഈ ക്ലാസ്സുകളുമൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് അനുഗ്രഹത്തിനും ആത്മീക വർധനവിനും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ക്ലാസ്സുകളിലൂടെ അനേകരെ ആത്മീകമായിട്ട് വളരുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. അപ്പോൾ ഞങ്ങളെ പിരിയുന്ന അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.